ഒന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. അവൻ അണ്ടർഗ്രൗണ്ടിൽ കസീനോ ഉണ്ട്. അവിടെ ഗാംബ്ലിംഗ് വേൾഡിലെ ഏറ്റവും വലിയ പ്ലേയേഴ്സിന് മാത്രമേ എൻട്രി കിട്ടാറുള്ളൂ. ഏത് ആന്റണിയാണോ അന്ന് നീ തോപ്പിച്ചത്, അവൻ ബിഗ് ഡാഡിയുടെ ആളാണ്. താങ്ക് യു. ഈ പ്രാവശ്യം എന്താന്ന് പറ. ഏറ്റവും മുകളിൽ 3 ഡൈസ്. നമ്പർ 1. ഗുഡ്, വെരി ഗുഡ്. ഇത്തരം ചൂതാട്ടത്തിൽ വിജയിക്കാനുള്ള രഹസ്യം എന്താണെന്നറിയാലോ? ഒന്ന് മാത്രം, ചൂത് കളിക്കരുത്. കാരണം അത് കളിയല്ല, കബളിപ്പിക്കലാണ്. നീ ഈ കളി പഠിക്കാൻ ആഗ്രഹിക്കുന്നോ? എന്റെ അച്ഛൻ ഈ കളി വെച്ചാണ് അവർ കൊന്നത്. ഇപ്രാവശ്യം എത്രയാണ്? 0. ഇത്തരം കളികൾ ഓരോ നിമിഷവും മരണക്കളിയാ. നീ ചിലപ്പം മരിച്ചു പോകാം. മരിക്കുന്നതിന് മുൻപ് എന്റെ അച്ഛനെ കൊന്നവരെ ഞാൻ കൊന്നിരിക്കും. ഇതെന്റെ വാക്കാണ്. അപ്പൊ നിന്റെ വാക്ക് നിറവേറ്റാനായിട്ട് ഈ ജോലി തനിച്ചു വേണം ചെയ്യാൻ. അതെനിക്കറിയാം. നടാഷ ഗോംസ്, ഗോവയിലെ അണ്ടർഗ്രൗണ്ട് കസിനോ പ്രൈഡിന്റെ റാണി. അവിടെ ഇല്ലീഗലി കോടിക്കണക്കിന് രൂപ ചൂത് കളിക്കുന്നവരുണ്ട്. നടാഷയുടെ സമ്മതമില്ലാതെ കസിനോയിൽ ഒരു ഇല പോലും അനങ്ങില്ല. ഓക്കെ, ഞാൻ തോറ്റുപോയി. നമുക്ക് നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം. മറക്കാതെ വീണ്ടും വരണം കേട്ടോ. പീറ്റർ, ടേബിൾ സെറ്റ് ചെയ്യ്. അത് കൊള്ളാം. ഇത്രയും പെട്ടെന്ന് ടേബിൾ സെറ്റ് ചെയ്തോ? ശരിക്കുള്ളൊരു ഗ്യാംബ്ലറിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? നടാഷ മാം, ആന്റണി വരുന്നുണ്ട്. ആന്റണി ഒരു ചുഴലിക്കാറ്റാണ്. അവൻ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം നശിപ്പിക്കും. ഈ ചുഴലിക്കാറ്റിനെ തടഞ്ഞു നിർത്തിയേ പറ്റൂ. വേഗം വാ, നടാഷ മാം വിളിച്ചിരിക്കുക. തീർച്ചയായും ആന്റണിയെ കുറിച്ച് പറയാനായിരിക്കും. നടാഷ മാം, നിങ്ങൾ വിളിച്ചായിരുന്നോ? യെസ്, ആന്റണി വരുന്നുണ്ട്. അവന്റെ റെക്കോർഡ് വെറുതെ കസീനോ ജയിക്കുന്നത് മാത്രമല്ല, അത് നശിപ്പിക്കുന്നത് കൂടിയാ. ഇപ്രാവശ്യം അവൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് കസീനോ പ്രൈഡ്. നമ്മൾ ശരിക്കും കുടുങ്ങിപ്പോയി. എന്നോടൊപ്പം നിങ്ങളും കൂടി അവന്റെ കയ്യിൽ കുടുങ്ങരുത്. നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഒരുപാട് വർഷങ്ങളായി ജോലി ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ആന്റണി വരുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോകണം. ഇതിലുള്ള കാശ് നിങ്ങൾ എല്ലാവരും പങ്കിട്ടെടുത്തോളൂ. മാം എന്തിനാ പേടിക്കുന്നേ? ഇവിടെയുള്ള എല്ലാരും നിങ്ങളുടെ ഒപ്പം ഉണ്ട്. അതേ മേഡം, ഞങ്ങൾ എവിടേക്കും പോകുന്നില്ല. ഞങ്ങളുണ്ടാവും. ഈ വരുന്ന ആന്റണി എത്ര വലിയ കളിക്കാരനായാലും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഞങ്ങൾ തരുന്ന വാക്കാണ്. യെസ് മാം, അവൻ പറഞ്ഞു ശരിയാ. കാസിനോ പ്രൈഡിൽ നല്ല നല്ല കളിക്കാരുണ്ട്. അവൻ നല്ലോണം കളിക്കും, ഞാൻ നല്ലോണം കളിക്കാറുണ്ട്. ഞങ്ങൾ കളിക്കാം. ആന്റണിക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. യെസ് മാം. ഞങ്ങളെല്ലാവരും വിശ്വസ്തരാണ് മേഡം. ഞങ്ങൾ എങ്ങോട്ടും ഓടിപ്പോവില്ല. പിന്നെ ഈ കാശ്, ഇത് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. എനിക്ക് കാശ് വേണം. എടാ ദ്രോഹി, നടാഷ മാമ നിന്നെ റോഡിന് ഇവിടം വരെ എത്തിച്ചത്. നിനക്ക് കാശ് വേണോ അല്ലേ? മറക്കരുത്, അന്ന് നടാഷ മാം ഇല്ലായിരുന്നെങ്കിൽ അന്ന് റോഡരികിൽ നീ ചത്തു കിടന്നിരുന്നേനെ. ഹലോ, എനിക്ക് തോന്നുന്നു നിനക്കെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന്. ഞാൻ നിനക്കൊരു ജോലി തരാം, നീ ചെയ്യൂ. പട്ടിയാണെങ്കിൽ പോലും നന്ദി ഉണ്ടാവൂടാ. പക്ഷെ നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോ, അല്ലെങ്കിൽ എവിടെ വെച്ച് കണ്ടാലും നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. നിർത്ത്, മതി, വിട്ടേക്ക്. പീറ്റർ, നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യ. നടാഷ മാം, നടാഷ മാം, അവൻ എത്തിക്കഴിഞ്ഞു.
ആന്റണി, ഗോവ സിറ്റിയിലെ ഏറ്റവും പോപ്പുലറായ ഗാംബ്ലർ. ഇന്നുവരെ ആരുടെ മുന്നിലും അവൻ തോറ്റിട്ടില്ല. എല്ലാരും പറയുന്നത് അവൻ തന്റെ കൈകൊണ്ട് ചീട്ടെടുത്ത് കളിച്ചാൽ ഗെയിം മൊത്തം മാറി മറിയുമെന്നാണ്. കസീനോ അവനൊരു സ്ഥലം മാത്രമല്ല, മരണത്തിന്റെ മൈതാനമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഗെയിം ഓവർ. വെൽക്കം സർ. നിങ്ങൾ ഇന്ന് ഏത് ഗെയിമാ കളിക്കാൻ ആഗ്രഹിക്കുന്നത്? ബോസ് ചെറിയ ഗെയിംസ് ഒന്നും കളിക്കാറില്ല, വലിയ ഗെയിംസേ കളിക്കുള്ളൂ. നിങ്ങളുടെ ബോസിനെ വിളിക്ക്. ആന്റണി, വെൽക്കം ആന്റണി. പറയേ, എവിടുന്നാ തുടങ്ങേണ്ടത്? ഇന്നാ പിടിച്ചോ, എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. എന്റെ ബാഗ് ഫുള്ളാ. ഇത്രയ്ക്ക് കാശോ? ഗോവയിലെ ഫൈറ്റ് ക്ലബിന്റെ ക്യാപ്റ്റനാണ് ധാര. പക്ഷേ കസിനോയിൽ ദിവസവും രാത്രി തോൽക്കുന്നത് പതിവാണ്. അവിടെ ചാമ്പ്യൻ, ഇവിടെ ലൂസർ. ഞങ്ങൾ തയ്യാറാണ്. ചെഞ്ചുണ്ടിൽ തേനാണെങ്കിലും ഉള്ളിൽ തീയ. നോ ഫിയർ, ഐ ലൈക്ക് ഇറ്റ്. എന്നാ തുടങ്ങാം. ഞാൻ കുറച്ച് ഡേഞ്ചറസാ, നീ കുറച്ച് വിഷമിക്കും. ഒരുപക്ഷെ നീ തോറ്റാൽ നിന്റെ ഈ കസിനോ സ്വപ്നങ്ങളുടെ കല്ലറയായി മാറും. എന്നുവെച്ചാ എന്നേക്കുമായിട്ട് ഷട്ട് ഡൗൺ. എന്താടാ പിച്ചും പേയും പറയുന്നേ? അങ്ങനെ കാസിന് ക്ലോസ് ആയി പോയ പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോവും? പറയെല്ലാവരും. ഞങ്ങളെങ്ങോട്ട് പോകും? ഒരുപക്ഷെ നീ തോറ്റുപോയാലോ? അങ്ങനെ എന്തായാലും ഒരിക്കലും സംഭവിക്കില്ല ഡാർലിംഗ്. നിർത്ത്, മതിയാക്ക്. ഞങ്ങളിവിടെ ഇരിക്കുന്നത് തമാശ കാണാനല്ല. ഗെയിം സ്റ്റാർട്ട് ചെയ്യേ. അപ്പൊ അറിയാം ആരാ ജയിക്കുന്നേ ആരാ തോക്കുന്നേന്ന്. സ്പോട്ട് പണി ചെയ്യുന്നവൻ സ്പോട്ടിൽ നിന്നാ മതി. നിന്റെ ജോലി വാച്ച് ചെയ്യുന്നത് മാത്രമാണ്, അതായത് കളിക്കുന്നവരെ. എൻ്റെ ഈ കണ്ണുകൾ നിന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്നാ വാ, ഒരു കാര്യം ചെയ്യ്. നിന്നെപ്പോലെ എത്ര പേരുണ്ടോ അവരെല്ലാം ഇവിടെ വിളിച്ചു വരുത്ത്. വേഗം വിളിക്കേ, എനിക്കധികം സമയമില്ല. ഞാനുണ്ട്. ഇവിടെ ഒറ്റപ്പനെ പിറന്ന ആരെങ്കിലും ഉണ്ടോ എനിക്കെതിരെ കളിക്കാൻ? എന്നാ തുടങ്ങാം. 3 കാർഡ് വെച്ചുള്ള കളി. മിനിമം പേയ്മെന്റ് 20,000. മാക്സിമം ഒരു ലിമിറ്റും ഇല്ല. സമ്മതമാണോ? ഓക്കെ, എന്നാ നമുക്ക് തുടങ്ങാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഡാർലിംഗ്? ആദ്യം കാശെടുത്ത് കാണിക്കേ, ഞങ്ങള് കാണിച്ച പോലെ. എന്ന് തുടങ്ങാമോ? ഫ്ലവർ കാർഡ് ഗാംബ്ലേഴ്സിന്റെ ഒരു പ്രത്യേക രീതിയാണ്. ഷഫിൾ ചെയ്യുമ്പോൾ തന്നെ കാർഡ് സെറ്റ് ചെയ്യണം. എങ്കിലേ ഓരോ കാർഡിനും ഓരോ കണക്കുണ്ടാവൂ. അത് ശരി, ഇവൻ ചീറ്റിംഗാ ചെയ്യുന്നേ. എന്റെ കയ്യിലിപ്പോ മോശം കാർഡാണല്ലോടാ. ഞാൻ വിചാരിച്ച പോലെ കാർഡുകൾ എനിക്ക് കിട്ടി. ഇനി കാശ് വെച്ച് കളിക്കാം. എന്റേത് 20,000. ഒരേ കളറിൽ 3 കാർഡ്. ഇനി വേറെ ലെവല് കളിയാണ്. എന്റേത് 20,000. ഇനി നീ കളിക്ക്. ഇത്രയ്ക്ക് ധൃതി എന്തിനാ? മൂട്ടിൽ തീ പിടിച്ച അവസാനം പിടിവിട്ട് ഓടേണ്ടി വരും. കളി തമാശയൊക്കെ മതിയാക്ക്. നീ ആദ്യം എത്ര കാശ് വെക്കൂന്ന് പറ. മുഴുവൻ പൈസയും. ഇനി നിന്റെ ടേണാണ്. എന്തുപറ്റി? എന്താ അങ്ങനെ നോക്കുന്നേ? പേടിയാവുന്നോ? ഞാൻ ഉദ്ദേശിച്ചത് കളിക്കാൻ തുടങ്ങുമ്പോ വലിയ തുക വെച്ച് കളിക്കണം. വാ, നീ നിന്റെ മൊത്തം കാശ് ഇറക്ക്. എന്തുപറ്റി? കാറ്റുപോയോ? കാറ്റുപോയോ? ആദ്യത്തെ കളി തന്നെ ഞെട്ടിപ്പോയോ? സംഗതി കൊള്ളാം. അതെന്താന്ന് വെച്ചാ, ഇപ്പൊ എന്റെ കയ്യില് നമ്പർ 7ന്റെ 2 കാർഡുണ്ട്. പിന്നെ നിങ്ങൾ രണ്ടുപേരുടെയും കയ്യില് എന്നേക്കാൾ മെച്ചം കാർഡുണ്ട്. നിന്റെ കയ്യിൽ ഒരേ കളറ് 3 കാർഡ്. പിന്നെ നിന്റെ കയ്യിൽ 3 വെറൈറ്റി 3 കാർഡ്. അതെങ്ങനെ ഇവന് മനസ്സിലായേ? സർപ്രൈസ്! എന്തുപറ്റി? ഫ്ലവർ കാർഡ്. നീ എന്താ വിചാരിച്ചേ എനിക്കിതൊന്നും പിടികിട്ടില്ലെന്നോ? ഈ ട്രിക്ക് വെച്ച് ഏത് കാർഡ് ആരുടെ കയ്യിൽ പോയിന്നറിയാം.
ഈ കാർഡിട്ട് കൊടുക്കുന്നവനെ എല്ലാം അറിയുന്നത് അതൊക്കെ കുറച്ച് പഴയ ട്രിക്കാ മോനെ, വളരെ പഴയത്. ഒരുപക്ഷെ അറിയാതെ പോയി നല്ല കാർഡ്സ് അവന് കിട്ടിയോ? ഈ ഗെയിം തുടരുന്നത് റിസ്ക് ആണ്. അവന്റെ കാർഡ് കാണിക്കാൻ പറ, നമുക്ക് ജയിക്കാൻ പറ്റും. നിനക്ക് ഭ്രാന്തുണ്ടോ? നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഏയ്, നീ എന്തിനാ കൊടുക്കുന്നത്? പോടാപ്പുറത്ത്. അവസാനമായിട്ട് ചോദിക്കുക, കളിക്കുന്നുണ്ടോ ഇല്ലയോ? എന്റെ ഫുൾ ട്രങ്ക്. എന്റേത് ഫോൾഡ്. മണ്ടന്മാര്. എന്ത് പറ്റി ഡാർലിംഗ്? ഇതാണോ നിന്റെ കാസിനോയുടെ പ്രൈഡ്? അവന്മാർ ആദ്യത്തെ റൗണ്ടിൽ തന്നെ തോറ്റുപോയി. നിങ്ങൾ ആ കോൾ എടുക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾ വിജയിച്ചേനെ. അവന്റെ കാർഡിൽ നല്ലായിരുന്നു നിങ്ങളുടെ കാർഡുകള്. അവര് രണ്ടുപേരും പേടിച്ച് തോറ്റു. എന്തു പറയുന്നു ഡാർലിംഗ്? നിന്റെ കസിനോയിൽ ഈ മണ്ടന്മാരല്ലാതെ വേറെ ആരുമില്ലേ കളിക്കാൻ? ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ കസിനോയ്ക്ക് വേണ്ടി വലിയൊരു ലോക്ക് വാങ്ങിച്ചു തന്നാനെ. ഇവിടെ ഇരുന്ന് ചുമ്മാ ഇങ്ങനെ സമയം കളയുന്നൊക്കെ എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ്, അല്ലേ? ഇന്നീ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ലെന്ന് തോന്നുന്നു. ആന്റണി, ഇതുവരെ നീ ജയിച്ചു വെറും 50,000 രൂപയ്ക്കാ. ഗെയിം ആണെങ്കിൽ അവസാനിച്ചിട്ടുമില്ല. ലെറ്റ്സ് പ്ലേ അഗൈൻ. ലെറ്റ്സ് പ്ലേ. ആന്റണി കൊച്ചു പിള്ളേരോട് കളിക്കാറില്ല, മനസ്സിലായോ? പക്ഷേ ഒരു ചാൻസ് കൂടി തന്നേക്കാം. അതുകൊണ്ട് ഈ പ്രാവശ്യം ആന്റണി കാർഡ് നോക്കുന്നില്ല, ബ്ലൈൻഡായിട്ട് കളിക്കാൻ പോവാ. ജയിച്ചാൽ നിന്നെയൊക്കെ നിന്റെ വീടുകളിലേക്ക് തുണിയില്ലാതെ പറഞ്ഞയക്കും. എന്താ, സമ്മതമാണോ? അതെ, സമ്മതം. എന്നാ വാ കളിക്കാം. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്റെ വക നല്ലൊരു ഓഫറുണ്ട്. നിങ്ങൾക്കും അതിലെ ലാഭം, എനിക്കും അതിലെ ലാഭം. പിന്നെ നിങ്ങൾ രണ്ടുപേരിൽ ഒരാളുടെ കയ്യിലെങ്കിലും ഒരുപക്ഷെ എന്നേക്കാളേറെ നല്ല കാർഡ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്റെ കാർഡ്സിന് സമമായ കാർഡ്സ് ഉണ്ടെങ്കിൽ ഞാൻ തോൽവി സമ്മതിക്കും. ഇനി ഒരു പക്ഷെ ഞാൻ വിജയിച്ചാൽ ഈ കസീനോ ഞാൻ അടച്ചുപൂട്ടും. ഇനി കളിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാം. തീരുമാനിച്ചു ആന്റണി. പക്ക. ഓക്കെ, ഡൺ. പക്ക. എന്നാ ശരി, ഞാൻ എല്ലാം വെച്ചേക്കാം. ഒരു മിനിറ്റ്. അല്ല ഡാർലിംഗ്, നിന്റെ കാസിനോയിൽ ടോട്ടൽ ക്യാഷ് എത്രയുണ്ട്? ഗ്രോസ് എമൗണ്ട് ഹൗ മച്ച്? അറൌണ്ട് 5 CR. എങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും എന്റെ വക ഒരു ഓഫർ കൂടിയുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം കാർഡുകൾ നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് കാർഡ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ കളിക്കാം. പക്ഷേ നിങ്ങളിൽ ഒരാൾ മാത്രമേ കളിക്കാൻ പാടുള്ളൂ. തീരുമാനിച്ചു? ആരാ കളിക്കാൻ പോകുന്നത്? ഞാൻ കളിക്കാം. എൻ്റെ കയ്യിൽ 2 രാജാവുണ്ട്. ഒരെണ്ണം നിന്റെ കയ്യിലുണ്ട്. ഒരു രാജാവിനെ നീ എനിക്ക് തരുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ 3 രാജാവുണ്ടാവും. ശരിക്കും ഒന്ന് ആലോചിക്ക്. നിനക്കെന്നെ വിശ്വാസമില്ലേ? അതിങ്ങത്താ. ഓക്കെ, ഡൺ. ഐ ആം ഔട്ട്. നീ ഞങ്ങളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ആന്റണി, നീ എന്തൊക്കെയാലും തോറ്റുപോകും. കാരണം എന്താണെന്നറിയോ? എൻ്റെ കയ്യിൽ 3 രാജാവുണ്ട്. ആന്റണി, നീ എന്തൊക്കെയാലും തോറ്റുപോകും. കാരണം എന്താണെന്നറിയോ? എൻ്റെ കയ്യിൽ 3 രാജാവുണ്ട്. അവൻ വീണ്ടും ഒരു കാർഡ് മറച്ചു വെച്ച് കളിക്കുകയാണ്. ബ്ലഡി സ്കൗണ്ടറൽ. കാശ് മുഴുവൻ വെച്ച് കളിക്കണോ നിങ്ങൾ? ആലോചിക്ക്. പറഞ്ഞ വാക്ക് മാറ്റി പറയില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം നീ ഞങ്ങളെ മണ്ടന്മാരാക്കി. എല്ലാ പ്രാവശ്യവും നടക്കില്ല. ആയിക്കോട്ടെ, ആസ് യു വിഷ്. ഇനി നോക്കിക്കോ. ഇവൻ കാസിനോ മൊത്തം ജയിച്ചല്ലോ. അല്ലല്ലല്ലല്ല, ഇവൻ എന്തോ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ചീറ്റിംഗ് ചെയ്തെന്നോ? ചീറ്റിംഗ് ചെയ്തെന്നോ? എന്നാ അത് തെളിയിക്ക്. നിനക്ക് ഞാൻ സമയം തരാം.
ഇനി നിനക്കത് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ നിന്റെ വലത്തെ കയ്യിലെ എല്ലാ വിരലും ഞാൻ ഇങ്ങ് എടുക്കും. അതാണ് ഗാംബ്ലിംഗിലെ റൂൾ. എന്താ സമ്മതാണോ? കൺഗ്രാറ്റുലേഷൻസ് ഡാർലിംഗ്, ഓൾ ദ ബെസ്റ്റ്. ഇന്നോട് കൂടി നിന്റെ ഈ ബിസിനസ് അവസാനിച്ചു. കരച്ചിൽ വരുന്നുണ്ടോ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ആർക്കായാലും കരച്ചിൽ വരും. ഇനിയിപ്പോ എന്ത് ചെയ്യും? കാരണം നിന്റെ ഈ കാസിനുള്ള ആരുടെ കയ്യിലും ₹1 പോലും ഉണ്ടാകില്ല. ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ഇല്ല. പക്ഷെ എന്റെ കൈവശം ഒരു ഐഡിയ ഉണ്ട്. നീ നിന്നെ അങ്ങ് അതൊരു ചോയ്സ് മാത്രമാണ്, ഞാൻ വീണ്ടും വീണ്ടും പറയില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്ക്. ഇനി നീ ജയിച്ചാൽ എന്റെ മൊത്തം പണവും നിന്റേത്. പിന്നെ നിന്റെ കാസിനോട് ഞാൻ കാലുകുത്തില്ല. പക്ഷെ ഞാൻ വിജയിച്ചാൽ 3 വർഷം നീ എന്റെ കൂടെ തന്നെ ജീവിക്കേണ്ടി വരും. പിന്നെ എന്നെ നന്നായി സന്തോഷിപ്പിക്കേണ്ടിയും വരും. സമ്മതാണോ? ആന്റണി, നീ നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യുകയാണ്. ആന്റണി ഇനിയും ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ചൂത് കളിക്കുകയാണോ? നിനക്ക് ഇതുപോലും അറിയില്ലേ? ആര് ജയിച്ചാലും അവനെല്ലാം സ്വന്തമാക്കും. അത് പൈസ ആയാലും പെണ്ണായാലും. ദാറ്റ്സ് ദ റൂൾ. അതാണ് ഗാംബ്ലിംഗിന്റെ റൂള്. പിന്നെ അടുത്ത തവണ എന്നോട് ഒച്ചയിൽ സംസാരിക്കരുത്. 1 മിനിറ്റ്. എന്തിനാ നീ പോകുന്നവനെ പിടിച്ചു നിർത്തുന്നേ? പീറ്റർ, നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ? അല്ല, നീ ആരാ? ഇതുവരെയും നീ കളി ജയിച്ചിട്ടില്ല ആന്റണി. ഡാർലിംഗ്, ഇവൻ നിന്റെ ആളാണോ? ഹാ. മാഡം തോറ്റപ്പോ നിനക്ക് ഭ്രാന്ത് പിടിച്ചു അല്ലേ? എനിക്ക് യാതൊരു കുഴപ്പമില്ല. നിനക്കെന്താ മരിക്കണോ? ഞാൻ കരുതി നീ ശരിക്കും ഒരാണാണെന്ന്. അപ്പൊ പറഞ്ഞ വാക്ക് മാറ്റി പറയരുത്. What do you mean? കാസിനോ പ്രൈഡിനെ അടച്ചുപൂട്ടാൻ നീ ഞാൻ വെച്ചിരിക്കുന്ന 15,000 രൂപയും കളിച്ച് ജയിക്കണം. ഇത് നിന്റെ അച്ഛന്റെ കാശാണോടാ? ഈ ക്യാഷ് കാസിനോ പ്രൈഡിന്റെയാണ്. ഞാൻ എടുത്തു വെച്ചതാ. എങ്കിൽ പിന്നെ അത് ബാഡ് ലക്ക് തന്നെയാണ്. എന്താന്ന് ചോദിക്ക്. കാരണം ഇന്നത്തെ ഗെയിമിലെ മിനിമം എമൗണ്ട് 20,000 ആണ്. ഒരു 5,000 ഉണ്ടെങ്കിൽ എടുത്ത് വെക്ക്. ഇത് വെറും 15,000 ഉള്ളൂ. നീ എങ്ങനെ കളിക്കും? എനിക്ക് കളിക്കാൻ പറ്റുമെങ്കിലോ? ആണോ? എങ്ങനെ കളിക്കും? ഞാൻ എന്റെ ഇടത് കൈ നിനക്ക് ബെറ്റായിട്ട് വെച്ചു തരാം. നീ നിന്റെ കൈ വെച്ച് കളിക്കാൻ പോവാണോ? പീറ്റർ, നിനക്ക് എന്താ ഭ്രാന്താണോ? എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്കൊരു പ്രശ്നവുമില്ല. എടാ, വിരൽ വെച്ച് കളിക്കുന്നിടത്ത് നീ കൈ വെച്ച് കളിക്കാൻ ഇറങ്ങിയേക്കാണോ? പക്ഷെ നിന്റെ ഇടത് കൈ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കയ്യിലാണെങ്കിൽ 2 കൈയുണ്ട്. കഴിക്കാനാണെങ്കിലും ഉണ്ട്. പിന്നെ നീ എനിക്ക് പ്രയോജനമുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. നീ നിന്റെ ജീവൻ വെച്ച് കളിക്കോ? പറ 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 വേഗം പറ. തയ്യാറാണോ? ഞാൻ തയ്യാറാണ്. പീറ്റർ, ഇത് തമാശ കളിക്കാനുള്ള സമയമല്ല. നീ ഇവിടുന്ന് പോ. വിഷമം തോന്നുന്നുണ്ടല്ലേ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്നാൽ ഇവന്റെ ജീവൻ രക്ഷിക്കണമെങ്കിലേ എന്റെ പഴയ പ്രപ്പോസല് ഇപ്പോഴും ഓപ്പണാണ്. 3 വർഷത്തേക്ക് അടിമയായിട്ട് ജീവിക്കണം. പറയുന്നത് ഡാർലിംഗ്, നീ റെഡിയാണോ? പീറ്റർ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. നീ എന്താ ആന്റിനെ സഹായിക്കുകയാണോ? നദാക്ഷമാമിനെ അവന്റെ അടിമയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയല്ലേ നീ ഇവനെ പറഞ്ഞയച്ചത്? നിന്റെ ലക്ഷ്യം എന്താ? വെറുതെ സമയം കളയാതെ കളി വേഗം തുടങ്ങി ആന്റണി. ഞാൻ എന്റെ ജീവൻ വെച്ച് കളിക്കാനും തയ്യാറാണ്. ഓക്കെ, ഐ ആം ഓൾസോ റെഡി. ഞാനും വളരെ എക്സൈറ്റഡാ. എനിക്കും അതൊന്ന് കാണണം. നീ തോറ്റ ശേഷം നിന്റെ നതാഷ മാഡത്തിന്റെ കാര്യം എന്താകും? പ്രപ്പോസൽ? ഇപ്പോഴും 3 വർഷം അടിമ? ഓക്കെ, ന്യൂ ഗെയിം വിത്ത് ന്യൂ കാർഡ്സ്. നടാഷ മാം, നിങ്ങൾ അവന്റെ വലയിൽ ചെന്ന് ചാടരുത്. അവൻ നമ്മുടെ ശത്രുവാണ്. നടാഷ മാം, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. പുതിയ കാർഡ്സ് കൊണ്ടുവന്ന് കൊടുക്ക്.
പീറ്റർ കളിക്കും. എനിക്ക് നിന്റെ ഈ ചലഞ്ച് വളരെ ഇഷ്ടമായി. ഇനി എനിക്കറിയേണ്ടത് നിന്റെ പവർ എത്രയാന്നാ. സോ ലെറ്റ്സ് ബിഗിൻ ദ ഗെയിം. നതാശമ്മയുടെ ഈ ഫ്രോഡിനെ എങ്ങനെ വിശ്വസിച്ച് കളിക്കാൻ പറഞ്ഞത്? ഇവൻ കാരണം കസിനോ പ്രൈഡിനൊപ്പം നടാശ മാമിനെയും തോൽപ്പിക്കും. ഞാൻ പറയുന്നത് ഇതാ എടുത്തോ. എന്റെ ഒരു ദൗർഭാഗ്യേ, നിന്നെ പോലെയുള്ളവരുടെ കൂടെയൊക്കെ കളിക്കേണ്ട ഗതികേട് വന്നല്ലോ എനിക്ക്. നീ ഇതിനു മുമ്പ് ഇതൊക്കെ കളിച്ചിട്ടുണ്ടോ? ഇപ്പൊ 3 കാർഡ് എടുത്തു വെച്ച് ഓപ്പൺ ചെയ്യ്. ഇതിപ്പോ അതിനുള്ള സമയമോ? എടാ പീറ്ററെ, നിനക്കെന്താ ഭ്രാന്താണോ? കാർഡ് നോക്കാതെ കളിക്കുകയാണോ? എന്താടാ നീ ചെയ്യുന്നേ? നിനക്കെന്താ തലയ്ക്ക് വട്ടായോ? കാർഡ് എടുത്ത് വെക്കേ. നിന്റെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കാം. ഭാഗ്യം പോലും വഴി മാറി നിൽക്കും മോനെ. ആന്റണി കളിക്കാനിറങ്ങിയ എല്ലാം മാറി നിൽക്കും. ഡാർലിംഗ്, ഇന്ന് നിന്റെ ജീവനും മാനവും രക്ഷിക്കാൻ വേണ്ടി ഇവൻ ഇന്ന് ഇവന്റെ ജീവൻ എനിക്ക് തരും. കിങ് ക്യൂൻ ജാക്കിയോ? ഓ, സമ്മതിക്കണം. ഷിറ്റ്, അവന് വരെ ഞാൻ ഇറങ്ങി കളിക്കായിരുന്നു. കുറഞ്ഞ വർഷം പട്ടിയെ പോലെ ഇങ്ങനെ തോക്കില്ലായിരുന്നു. ശരിക്കും അവന് വട്ടാണ്. പീറ്റർ, നീ നിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് നതാശ മാഡത്തിന്റെ ജീവൻ കളഞ്ഞാലുണ്ടല്ലോ, ഞങ്ങൾ നിന്നെ വെറുതെ വിടില്ല. കിട്ടിയ അവസരമൊന്നും മുതലാക്കാതെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഡാർലിംഗ്. അറിയാലോ, ഞാൻ വളരെ മോശപ്പെട്ട ഒരു മനുഷ്യനാണെന്ന്. നിന്റെ ഈ സൗന്ദര്യം നിറഞ്ഞ ഈ മുഖം കാണുമ്പോ എനിക്ക് കഷ്ടം തോന്നുന്നു. അതുകൊണ്ട് എന്റെ ഓഫർ ഇപ്പോഴും ഓപ്പൺ ആണ്. ഓർമ്മയുണ്ടല്ലോ, 3 വർഷം എന്റെ അടിമയായിട്ട് ഇരിക്കേണ്ടി വരും. എന്നെ സന്തോഷിപ്പിക്കേണ്ടി വരും. പറയോ, സമ്മതമാണോ? ഇല്ലേ? എങ്കിൽ നിന്റെ ഈ ഹീറോയുടെ ജീവൻ വെറുതെ വേസ്റ്റ് ആയി പോകും. ഇവനെ ഞാൻ എന്റെ ഈ കൈകൾ കൊണ്ട് കൊല്ലും. നടാശ മാം, അവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവർ രണ്ടാളും കൂടി ചേർന്നാണ് നിങ്ങൾക്ക് വല വിരിച്ചിരിക്കുന്നത്. ഞാൻ ശരിക്കും തോറ്റുപോയോ? കളി അവസാനിച്ചിട്ടില്ല. നിനക്കെന്താ വട്ടാണോ? നിനക്കൊന്നും മനസ്സിലായില്ലേ? നിനക്ക് കളി മനസ്സിലായില്ലേ? ഗാംബ്ലിങ്ങിന്റെ റൂൾസ് അനുസരിച്ച് ചീറ്റർ വിന്നർ ആവാൻ ചാൻസ് ഇല്ല. പിന്നെ നീ എങ്ങനെയാ വിന്നർ ആയത്? നിനക്ക് അത്രയ്ക്ക് ധിക്കാരോ? നീ എന്നെ ചീറ്റർ എന്ന് വിളിക്കുന്നോ? എന്നെയോ? എങ്കിൽ നീ തെളിയിക്ക്. തെളിവ് എവിടാ? നിക്ക്, ചെക്ക് ചെയ്തേ പറ്റൂ. ആരാ തടയുന്നുണ്ട് ഞാനും നോക്കട്ടെ. ഇറ്റ്സ് ഓക്കേ. നിനക്ക് ചെക്ക് ചെയ്യണോ അല്ലേ? വാ, ചെയ്തോ. കണ്ടില്ലേ, കിട്ടിപ്പോയില്ലേ എവിഡൻസ്? എനിക്ക് ഇവന്റെ കാര്യത്തിൽ നേരത്തെ സംശയം ഉണ്ടായിരുന്നു. വലിയ മാറ്റവനാന്ന് പറഞ്ഞു വന്നിട്ട് കള്ളക്കളിയും കളിച്ച് ജയിച്ചിരിക്കവൻ. ബ്ലൈൻഡ് ആയിട്ട് കളിച്ചാലും നീ ആ ചീറ്ററിനെ തോൽപ്പിച്ചു. കൂടുതൽ സംസാരിക്കാത്തോണ്ട് ഇവൻ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, എന്നിട്ട് തോറ്റുപോയി. ഏയ്, നീ കാർഡിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. എന്റെ അപ്പനാവാൻ നോക്കണ്ട. നിന്റെ അമ്മ നിനക്ക് പറഞ്ഞു തന്നില്ലേ? നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇന്ന് വരെ ആരും ചെയ്യാത്തൊരു കാര്യം നീ ഇന്ന് ചെയ്തു. ഐ ആം ഇംപ്രസ്ഡ്. ഓക്കെ, യു ഗോട്ട് മീ. ഞാൻ എന്റെ തോൽവി സമ്മതിച്ചു. അല്ല, എന്താണ് നിന്റെ പേര്? എന്താ നിന്റെ പേര്? പീറ്റർ. പീറ്റർ ഡിക്കോസ്റ്റ. ഫുൾ നെയിം പീറ്റർ ഡിക്കോസ്റ്റ. ഫുൾ നെയിം. ഞാൻ നിന്നെ എന്നും എപ്പോഴും ഓർത്തിരിക്കും.
അതെന്താണെന്നറിയോ? ഭാഗ്യം നിറം മാറുന്ന ഒന്നിനെ പോലെയാ. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ എന്തായാലും വീണ്ടും കാണും. ആ കാണുന്ന സമയത്ത് നിനക്കെന്തായാലും ഈ കളി അത്ര എളുപ്പമായിരിക്കില്ല. പീറ്റർ ഡികോസ്റ്റ, ഫുൾ നെയിം. ഏയ്, ബ്ലാക്ക് മെയിലൊക്കെ നിന്റെ കയ്യിൽ വെച്ചാ മതി, മനസ്സിലായോ? ഏയ്, ഇവിടുന്ന് ഇറങ്ങിപ്പോടാ. ഇനി നിന്നെ ഈ ക്യാസിനോയിൽ കണ്ടുപോകരുത്. ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. പോടാ, ഇറങ്ങി ഇവിടെ. പോ. വെറുതെ. പോ. പീറ്റർ, ഇന്ന് നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഈ കസീനോ പ്രൈഡ് അടച്ചുപൂട്ടേണ്ടി വന്നേനെ. താങ്ക് യു സോ മച്ച്. പിന്നെ നീ ആന്റണിയുടെ ചീറ്റിംഗ് കണ്ടുപിടിച്ചു. നീ ഇത്ര വലിയ എക്സ്പേർട്ട് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷെ എന്റെ കണ്ണുവെട്ടിച്ചാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സത്യം പറയാൻ പറ്റില്ലെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ നീ ഈ ജോബ് കണ്ടിന്യൂ ചെയ്യണം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ കസീനോയ്ക്ക് ഒരു എക്സ്പേർട്ടിന്റെ അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് സീനിയർ സ്പോട്ടറിന്റെ പൊസിഷൻ തരാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഐ എം സോറി. ഇനി എനിക്ക് നിങ്ങളുടെ കാസിനോയിൽ ജോലി ചെയ്യാൻ പറ്റില്ല. ഞാൻ പോവാ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഈ പൈസ നിനക്കുള്ളതാണ്. ന്യൂ ഇയർ നന്നായി സെലിബ്രേറ്റ് ചെയ്യേ. ഇനി എപ്പോഴെങ്കിലും നിനക്ക് കാശിന്റെ ആവശ്യം വരുവാണെങ്കിൽ അപ്പൊ തന്നെ നീ എന്നെ തേടി വന്നേക്ക്. ബൈ. ഒരു ഓംലെറ്റ്. പീറ്റർ, ഞാൻ ചാരാ. എന്റെ പൊന്നെ, എന്ത് കളിയാന്ന് കളിച്ചത്. സത്യമായിട്ട് പറയാ, നല്ല പൊളിയായിരുന്നത്. വേറെന്തെങ്കിലും ഉണ്ടോ? അതെ, എന്റെ അടുത്തൊരു ഓഫർ ഉണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ആയിട്ട് മാറാം. നമുക്ക് ഇവിടുന്ന് കാശിനൊല്ലിക്കല്ല, എന്റെ കുറച്ച് കാശുണ്ടെന്നേ. നമുക്ക് അവിടെ പോയി കളിച്ചിട്ട് കൈ നിറയെ കാശുണ്ടാക്കണം. മുത്തെ കാടി പൊളിയാക്കാന്ന്. എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. റെഡിയാണോ? എന്തത്, എന്ത് പരിപാടി? Thank you. ഞാൻ പറയുന്നത് കേട്ടെ. ഞാൻ തനിച്ച് കളിക്കുമ്പോഴെല്ലാം തോറ്റു പോവാന്നേ. ഒരുപക്ഷെ നിന്റെ ഭാഗ്യം എനിക്കും കൂടി കിട്ടിയാലോ? എന്ത് പറയുന്നു? അതെ അതെ, ഒന്ന് നിക്കുന്നേ, ഒന്ന് നിക്കുന്നേ. സാറേ, അനിയ കഴിക്കാൻ എന്തെങ്കിലും താത്താ പ്ലീസ്, എന്തെങ്കിലും തന്നിട്ട് പോ. ഇവൻ എന്നെക്കാളും വലിയ പിച്ചക്കാരനാണെന്ന് തോന്നുന്നല്ലോ. ഇത് പിടിച്ചോ, വീട്ടിലേക്ക് പൊക്കോളൂ. ആ വേണ്ട, ഇവിടെ വെച്ച് തുറക്കണ്ട. വീട്ടിൽ ചെന്നിട്ട് തുറന്നു നോക്കിയാ മതി. വിശക്കുന്നുണ്ടോ? അതെ, ഒന്ന് നിന്നേ, ഒന്ന് നിക്കുന്നേ. താൻ കൊള്ളാലോ, ഒറ്റ സെക്കൻഡൂടെ പിച്ചക്കാരിയെ കോടീശ്വരക്കി കളഞ്ഞില്ലേ. ഇത് ഞാൻ അറിഞ്ഞെങ്കിൽ ഞാനും അല്ല അതിന് പോയിട്ട് ഇരുന്നേനെ. കാസിനോയിൽ കാശ് മഴ പോലെ വന്ന് പെയ്യുന്നില്ലേ? അതിന്ന് കുറച്ച് ഇവരുടെ മേത്ത് വന്ന് വീണാലും ഈ പാവങ്ങളുടെ ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ആവില്ലേ? ആ കാര്യം നീ പറഞ്ഞത് വളരെ ശരിയാട്ടോ. ന്യൂ ഇയർ ആയിട്ട് മഴ പെയ്യുന്നത് കണ്ടോ? കാശിന്റെ മഴ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചാ പറയോ? ഇത്രയും പൈസ എടുത്ത് അവർക്ക് മാത്രം കൊടുത്തു, മറ്റുള്ളവർ കൊടുത്തൂല. അതെന്താ? കാരണം അവരുടെ അക്കൗണ്ടിൽ നിന്റെ അക്കൗണ്ടിലേക്കാളും കൂടുതലുണ്ട്. യാചിക്കുന്നത് അവരുടെ തൊഴിലാ. പക്ഷെ ആ കുഞ്ഞ് അത് വിശന്നിട്ടായിരിക്കുന്നത്. അതെ, ഒന്ന് നിന്നേ. നീ ഇപ്പൊ പറഞ്ഞതൊക്കെ ശരിയാ. നീ നല്ല കളിക്കാരൻ മാത്രമല്ല, നല്ലൊരു മനുഷ്യനും കൂടിയാ. ഞാൻ പറഞ്ഞൊന്ന് കേക്കുന്നേ. നീ എന്നോടൊപ്പം വാ, നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാന്ന്. അതെ, നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാലുണ്ടല്ലോ, പിന്നെ ലൈഫ് വേറെ ലെവലിൽ പോവും. എനിക്ക് വലിയ വലിയ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. കണക്ഷൻസ് ഉണ്ടോ? പിന്നല്ലാതെ. ഇയാളെ നിനക്കറിയാവോ? എനിക്കിവനെ അറിയാം. ഇവന്റെ പേര് ഡേവിഡ് എന്നാ. വർഷങ്ങൾക്ക് മുമ്പ് ട്രക്ക് ഓടിച്ച് നടന്നവനാ. ഇപ്പൊ സ്വന്തമായിട്ടൊരു ബാറുണ്ട് ഇവന്. അതിന്റെ തൊട്ടടുത്ത സ്ട്രീറ്റില് മറ്റൊരു ബാർ കൂടിയുണ്ട്. അവിടെ എല്ലാ ന്യൂ ഇയറിലും ഇവൻ ചൂത് കളിക്കാൻ വരും. പലരെയും തോൽപ്പിച്ച് ഒന്നുമില്ലാതാക്കി മാറ്റും. ഇതുവരെ അവനെ ആരും തോൽപ്പിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നീ പറഞ്ഞ ആൾ ഇയാള് തന്നെയാണോ? അത് ഉറപ്പാണോ? പിന്നല്ലാതെ. കഴിഞ്ഞ വർഷവും ഞാൻ അവിടെ തന്നെ പോയത് ചൂത് കളിക്കാനായിട്ട്. ചൂത് കളിച്ച് ഞാൻ തോറ്റുപോയി. എന്റെ കാറും അവൻ കൊണ്ടുപോയി. എന്റെ മൊത്തം അവൻ മേടിച്ചെടുത്തു. ഞാൻ അവിടെ നടന്നാ പോന്നത്. എന്നെ അങ്ങോട്ട് കൊണ്ടുപോ. നിന്റെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ അടിപൊളിയായിരിക്കുന്ന തോന്നുന്നേ. അതെ, നീ ശരിക്കും ആ ഡെവിളിനൊപ്പം ചൂത് കളിക്കാൻ പോവുകയാണോ? എന്താ സംശയമുണ്ടോ? ഇല്ലില്ല, എനിക്കൊരു സംശയമില്ല. പക്ഷേ
നീയല്ലേ പറഞ്ഞ ഗാംബ്ലിംഗ് നിർത്തിയെന്ന്. പക്ഷെ ഇന്ന് ഞാൻ കളിക്കും, എന്റെ കൂട്ടുകാരന് വേണ്ടി. കൂട്ടുകാരനോ? ഞാനോ? നിനക്ക് നിന്റെ കാറും കാശും ഒക്കെ തിരിച്ചു വേണോ വേണ്ടയോ? എന്ത് ചോദ്യം അത്? വേണമെന്നേ. നിനക്ക് ആവശ്യമുള്ളത് കിട്ടും, വിഷമിക്കണ്ട. ഇന്ന് താൻ നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. എനിക്ക് സന്തോഷായി. വാ വാ വാ, പോവാം, വേഗം പോ. മഴയൊക്കെ പോയി. അതെ, ഇവിടെ അകത്താ ഡേവിഡ് ചൂത് കളിക്കുന്ന ഗോഡൌൺ. എല്ലാ വർഷവും ന്യൂ ഇയറിന് ആയിരക്കണക്കിന് ആളുകളാണ് വരുന്നത് ചൂത് കളിച്ച് ജയിക്കാൻ. പക്ഷെ ജയിക്കുന്നത് ഡേവിഡ് മാത്രമാ. നിങ്ങൾ ഈ വണ്ടി കണ്ടോ? ഇതായിരുന്നു ഒരു സമയത്ത് എന്റെ വണ്ടി. ആ കള്ള റാസ്കലിനെ ചൂതുകളി തോപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഡേവിഡും ചീറ്റർ ആണല്ലേ? അങ്ങനെയൊന്നും അല്ലെന്നേ, ചീറ്ററൊന്നുമല്ല. വില്ലാളി വില്ലനവൻ, അടിപൊളി പ്ലെയർ അവൻ തോറ്റിട്ടേ ഇല്ല. ഇവൻ ഒന്നെങ്കിലും ഒരു പാവം മനുഷ്യനാണ്, അല്ലെങ്കിൽ മണ്ടനാണ്. ഡേവിഡിന്റെ കള്ളക്കളിയെ അയാളുടെ കഴിവാന്നാ വിചാരിച്ചു വെച്ചേക്കുന്നത്. എന്നാ പോയാലോ? താൻ എങ്ങനെങ്കിലും ഈ കാർ എനിക്ക് തിരിച്ചു പിടിച്ചു തരണം. ഹലോ താരാബായ്, വന്നല്ലേ? ഇന്ന് തന്നെ ലക്ക് തന്റെ കൂടെ ഉണ്ടാവുന്ന തോന്നേ. നീ പറഞ്ഞ ശരിയാ, ഇന്ന് എന്റെ ലക്ക് കൈയോടെ കൊണ്ടുവന്നിരിക്കുക. ഒരു കാര്യം ചോദിക്കട്ടെ, ഡേവിഡ് എവിടെയാ? ഡേവിഡോ? ആ, ഡേവിഡ് അവിടെ ഉണ്ട്, ഗോട്ടി മാസ്റ്റർ കളിക്കുക. ഈ കളിയെ 2 ഡൈസ് എങ്ങനെ കറക്കി വലിച്ചെറിയും. ഏത് നമ്പറാണോ നിങ്ങൾ കാണുന്നത് അത് ബേസ് നമ്പറായി മാറും. പിന്നെ വേറെ വേറെ നമ്പറിലുള്ള കാർഡ്സ് പ്ലെയേഴ്സിന് കൊടുക്കും. അവരുടെ കാർഡിലുള്ള നമ്പർ ഡൈസിലുള്ള നമ്പറിനേക്കാൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളിക്കാരൻ തോറ്റുപോയെന്നർത്ഥം. ആർക്കാണോ കൂടുതൽ കിട്ടുന്നത് അവൻ മാത്രം വിജയിക്കും. പറഞ്ഞില്ലേ, കളിയുടെ കാര്യത്തിലെ അഗ്രഗണ്യനവൻ. ദാദാ ഡേവിഡ്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞാൻ അവസാനം നിന്നെ കണ്ടുപിടിച്ചു ഡേവിഡ്. നിന്റെ അവസാന നാളുകൾ അടുക്കാറായി. എല്ലാം ഞാൻ വിജയിച്ചു. ധാരാ, നീ വീണ്ടും വന്നോ? നടന്നായിരിക്കും വന്നല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നീ വണ്ടി വെച്ച് തോറ്റുപോയതല്ലേ? വീണ്ടും തോക്കാൻ വന്നാണോ? ഡേവിഡ്, ഈ പ്രാവശ്യം ഞാനല്ല, ദാ ഇവനാ വന്നിരിക്കുന്ന ജൂത് കളിക്കാൻ. നിനക്ക് കാശെന്ന് വെച്ചാ ഭ്രാന്തല്ലേ? ഒട്ടും വിഷമിക്കണ്ട, ഇവന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. ഒരു ഭിക്ഷക്കാരൻ, ഒരു രാജാവ്, അവര് തമ്മിൽ കൂട്ടുകെട്ടോ? നീ എവിടുത്തെ രാജാവാടാ? നീ ഇവന്റെ ഇവിടെ കളിക്കുക, അപ്പൊ നിനക്ക് മനസ്സിലായിക്കോളും. ഇരിക്കടാ രാജാവ്. എത്ര വെച്ചാ നീ കളിക്കാൻ പോകുന്നത്? $500. അയ്യോ, 500. ഇതാണോ നീ പറഞ്ഞ രാജാവിന്റെ പവർ? നിങ്ങളുടെ കയ്യിൽ 500 രൂപ മാത്രമേ ഉള്ളോ? അതെ. കൂടുതലുണ്ടെങ്കിൽ എടുത്ത് കളിക്ക്, ഇത് തീരെ കുറഞ്ഞുപോയി. എന്നെ വിശ്വസിക്കേ. ഡേവിഡ്, 10,000 ഉണ്ട്. ഇനിയാണടാ എന്റെ കടി. അത് മോനെ, എന്റെ പൈസ നിന്റെ പൈസയായിട്ട് കൂട്ടിക്കോ. ഒരു പ്രാവശ്യമെങ്കിലും ഞാനൊന്ന് ജയിക്കട്ടെ. ഇത് മുഴുവനും വെച്ച് കളിക്കാൻ പോവാ. എന്തേത്? കുറച്ച് വെച്ച് കളിച്ചൂടെ? ഇത് വലിയ റിസ്ക് ആവും കേട്ടോ. റിസ്ക് എന്റെ DNA യിലുള്ളതാ. എന്നാ കാർഡ്സ് ഇട്ടേക്കാം. ഞാനിത് വേറെ ഒരു സെറ്റ് ചെയ്യാൻ പോവാ. നീ തോറ്റു തുന്നം പാടോടാ. നീ ഇത് സെറ്റ് ചെയ്താ എന്റെ പരാജയം ഉറപ്പാണ്. ഞാൻ എല്ലാം സെറ്റ് ചെയ്തു. റൂൾസ് അനുസരിച്ച് ഈ സ്ലൈസ് നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് കളിക്കാം. എടുത്ത് കളിക്കേ. അതെ, ഡൈസിന്റെ നമ്പർ 6. ആരുടെ സ്ലൈസസ് ആണ് കൂടുതൽ അവരായിരിക്കും ഈ ഗെയിമിൽ ജയിക്കുക. ധാരാ, നീ എന്തിനാടാ കമന്റ് പറയുന്നേ? അവനെ കളിക്കാൻ വിട്. എന്നാ ശരി, നീ നിന്റെ സ്ലൈസ് കാണിക്ക. ഡേവിഡിന്റെ മൊത്തം 7, നമുക്കുള്ളത് 3. അടുത്തത് 5 ആണെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. കാര്യമായിട്ട് നോക്ക്.
അഞ്ച് കൂടുതൽ വന്നിരുന്നെങ്കിൽ നമ്മൾ വിജയിക്കില്ലായിരുന്നോ? അതവന് ചെറിയൊരു തെറ്റ് പറ്റിപ്പോയതല്ലേ അല്ലേ? രാജാവിനെ ഞാൻ തോൽപ്പിച്ചു. രാജാ സാറേ, കാശുണ്ടെങ്കിൽ എടുത്ത് വെച്ച് കളിക്കുന്നേ, അല്ലെങ്കിൽ ഇവിടുന്ന് പോടാ. നീ എങ്ങനെ തോറ്റുപോയത്? നീ തോറ്റ പോലെ തന്നെ. ഏയ്, നിന്നെ പുറത്തുകൊണ്ട് വിടണോ? ഡേവിഡ്, നീ അവനോട് അങ്ങനെയൊന്നും സംസാരിക്കണ്ട. എന്നാ വേണ്ട, ഞാൻ നിന്നോട് സംസാരിക്കടാ. കാശുണ്ടെങ്കിൽ എടുത്ത് വെച്ച് കളിക്കടാ, അല്ലെങ്കിൽ ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. പോടാ. ഡാ മര്യാദയ്ക്ക് ഇറങ്ങി പോടാ. ഈ സ്ഥലം നിന്നെ പോലുള്ള കൊച്ചു പിള്ളേർക്കുള്ളതല്ല. എന്താടാ ഒരു ചൊറിഞ്ഞ നോട്ടം? വേഗം ഡിസൈഡ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞടാ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. താൻ വാ, നമുക്ക് പോവാം. അവര് തന്നെ ടീസ് ചെയ്യാണ്. നിക്ക്, എനിക്കുണ്ടായ അപമാനം സഹിച്ചു, പക്ഷെ നിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഗാബിലേ, എനിക്കിപ്പോ കാശ് വേണം, ഉടനെ തിരിച്ചു തന്നേക്കാൻ ഞാൻ. നിനക്കിപ്പോ എത്ര രൂപ വേണ്ടത്? നീ പറയ, നിനക്ക് എത്ര വേണ്ടത്? 20,000? 2 ലക്ഷം. 2 ലക്ഷം? $2 lakh. അങ്ങനെ ആയിക്കോട്ടെ, നീ പറഞ്ഞ 2 ലക്ഷം തന്നെ. ഇടകാവിലെ പറഞ്ഞ 2 ലക്ഷം രൂപ തന്നെ. ഈ പ്രാവശ്യം ഞങ്ങൾ വിജയിച്ചിരിക്കും. ധാരാഭായ്, 10-30 ആണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം, പക്ഷെ 2 ലക്ഷം നിങ്ങൾ എങ്ങനെ തിരിച്ചു തരും? ഇടകാവിലെ, എനിക്ക് 60 ലക്ഷത്തിന്റെ വീടുണ്ട്, അത് വിറ്റിട്ട് നിനക്ക് കാശ് തന്നേക്കാം. ഇപ്പൊ അങ്ങോട്ട് താ. എടോ, താൻ ശരിക്കും ഒരു ഇമോഷൻ ഫൂളായി മാറിയിരിക്കുക. തന്നെ പോലുള്ള ആൾക്കാരെ ഈ കളി എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നേ? ശരി, തരാം, പക്ഷെ 13% ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ആണോ? 13? എന്താ? എന്ന് വെച്ചാ നിന്റെ ആവശ്യം 10 രൂപയാണെങ്കിൽ ഞാൻ തരുന്നത് 9 ആയിരിക്കും. പക്ഷെ തിരിച്ചു തരുമ്പോ 13 വേണം. അത് ഒരാഴ്ചക്കകം. അതിൽ കൂടുതൽ സമയം എടുത്തോണ്ടല്ലോ ഇൻട്രസ്റ്റ് ഡബിൾ ആയിരിക്കും. തനിക്ക് ഓക്കെ ആണോ? ഗാവലേ, ഈ ബാറങ്ങ് ക്ലോസ് ചെയ്തിട്ട് കഴുത്തറക്കണ ക്ലബ് അങ്ങ് തുടങ്ങിയേക്ക്. അതായിരിക്കും നല്ലത്. എന്റെ അച്ഛൻ പൈസ ചോദിച്ചാലും ഞാൻ ഇത് തന്നെ അയാളോട് പറയാൻ പോകുന്നത്. ബിസിനസ്സിൽ എല്ലാരും സമമാണ്. നിനക്ക് കാശ് വേണോ? ശരി ശരി, അതൊക്കെ ദാ സഹോദര, മൊത്തം 2 ലക്ഷം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തോറ്റുപോയി, പക്ഷേ തോറ്റിട്ട് വിജയിക്കുന്നവനാണ് വില്ലാളി വില്ല. നിർത്ത്, കളി തുടങ്ങാൻ പറ. പിന്നെ നിന്റെ ഈ നാടകമൊക്കെ ഉണ്ടല്ലോ, അത് പുറത്ത് കളിക്കേ. ഞാൻ ഈ മുഴുവൻ കാശും വെച്ച് കളിക്കാൻ ഇറങ്ങുവാണ്. ഇവൻ ശരിക്കും വലിയൊരു ഡീലറാണോ അതോ പരമണ്ടനാണോ? കാശ് ഒറ്റടിക്ക് ഇറക്കിയല്ലോ. അതെ, ആർ യു ഷുവർ? ഒറ്റടിക്ക് ഇറക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് കുറച്ചായിട്ട് ഇറക്കാമല്ലോ. 50,000, 1 ലക്ഷം, അങ്ങനെ. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തേക്ക്. കളിയുടെ റൂൾസ് ഒക്കെ അറിയാലോ. അഥവാ ഞാൻ വിജയിച്ച നീ എനിക്ക് 2 ഇരട്ടി പൈസ തരേണ്ടി വരും. അറിയാം. എന്ന് വെച്ച 4 ലക്ഷം ഉണ്ടോ നിന്റെ കയ്യില്? നീ അത് കേട്ടില്ലേ? എന്റെ കൂട്ടുകാരൻ അവന്റെ വീട് വെച്ചാ കളിക്കുന്നേ. ധാര, നീ സത്യം പറ, ഇത് നിന്റെ കൂട്ടുകാരനാണോ ശത്രുവാണോ? നിന്നെ തെരുവിലിറക്കാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. നിനക്ക് പേടിയൊന്നുമില്ലല്ലോ? അങ്ങനെയൊന്നുമില്ല. പേടിച്ചവൻ അപ്പ തന്നെ ചത്തെന്നർത്ഥം. പിന്നെ എന്തിനാണ് വിറയ്ക്കുന്നേ? നീ നിന്റെ കാശ് വെക്കേ, നമുക്ക് കളി തുടങ്ങാം. എന്നാ പിന്നെ തുടങ്ങിയേക്കാം. ഡൈസ് നമ്പർ 6. 6-ൽ കൂടുതൽ ആർക്കാണോ കിട്ടുന്നത് അവർ ജയിക്കും. ഇവന്റെ ആദ്യത്തെ നമ്പർ തന്നെ 6 ആണല്ലോ. ദൈവമേ, ഈ പ്രാവശ്യം 2 ലക്ഷം പോവോ? എവിടെയാണ് തോപ്പിക്കുന്നത്? നടക്കാത്ത കാര്യമാ. പെട്ടെന്ന് ബാക്കപ്പ് ചെയ്തോ. ഗെയിം ഓവർ. ഒരു മിനിറ്റ്, അതങ്ങനെ ഗെയിം ഓവർ ആകും? ഞങ്ങൾ ഇതുവരെ സ്ലൈസ് ഓപ്പൺ ചെയ്തിട്ടില്ല. 7 എന്ന് പറയുന്നത് അത്ര വലിയ നമ്പർ ഒന്നും അല്ല. ഒരു കാര്യം ഓർത്തോ ഡേവിഡ്, ഈ ചൂതുകളിയിൽ എപ്പോഴും എന്തും സംഭവിക്കാം. ഇതുപോലെ ഒരു ചീറ്ററെ തോൽപ്പിക്കാൻ നമ്മളും കുറച്ച് ചീറ്ററായേ പറ്റൂ.
കലക്കി മറിച്ച് സഹോദര, കലക്കി. ഇതെങ്ങനെ സംഭവിച്ചു? ഇവൻ ചീറ്റ് ചെയ്യണോ എന്നെ? ഡേവിഡ്, നിന്റെ കാര്യം പോക്ക, നീ തോറ്റുപോയി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ചൂതുകളിൽ എന്തും എപ്പോഴും സംഭവിക്കാം. ചുമ്മാ വായി നോക്കി നിൽക്കാതെ കാശ് എടുത്തതാ. എടുക്ക, കാശ് എടുത്ത് വയ്ക്ക, എടുക്ക. നമുക്കൊരു പ്രാവശ്യം കൂടെ കളിക്കാം. എടാ നിനക്കെന്താ ഭ്രാന്താണോ? ഒരു പ്രാവശ്യം ജയിച്ചെന്ന് കരുതി പിന്നെ റിസ്ക് എടുക്കണോ? എന്താ നീ പേടിച്ചു പോയോ? അവൻ പറഞ്ഞ എന്താണെന്ന് നീ കേട്ടില്ലേ? റിസ്ക് അവന്റെ DNA തന്നെയുണ്ട്, മനസ്സിലായോ? റൂൾസ് ഓർമ്മയുണ്ടല്ലോ. ഞാനാണ് ജയിക്കുന്നെങ്കിൽ നീ എനിക്ക് 8 ലക്ഷം രൂപ തരണം. എനിക്ക് ഓർമ്മയുണ്ട്. 8 ലക്ഷം നീ എങ്ങനെ തരുവത് ഡേവിഡ്? നിന്റെ കയ്യിലുള്ളതെല്ലാം തൊലച്ചു, ഒന്നുമില്ല. ഡേവിഡിനെ തോൽപ്പിക്കാൻ ഇന്നുവരെ ആരും ജനിച്ചിട്ടില്ലടാ, മനസ്സിലായോ? ഈ ഗെയിമിന്റെ റൂൾ അനുസരിച്ച് നീ ഈ ടേബിളിൽ കാശ് എണ്ണി വെക്കാത്തത് വരെ ഈ ഗെയിം സ്റ്റാർട്ട് ആവാൻ പോകുന്നില്ല. വേഗം പറ ഡേവിഡ്, എന്താ ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഞാൻ ഈ കാശ് എടുത്തോണ്ട് ഇറങ്ങി പോകും. നിനക്ക് കളി പകുതി നിർത്തി പോകാൻ പറ്റില്ല. എന്നാ പറ. ഗെയിമിന്റെ റൂൾ അനുസരിച്ച് ടേബിളിൽ കാശ് എണ്ണി വെക്ക. വെറുതെ വായി നോക്കി സമയം കളയണ്ട, മനസ്സിലായില്ല? 8 ലക്ഷം എടുത്തു വെക്കേ. 8 ലക്ഷം തരുന്ന എനിക്ക് ഒരു പ്രശ്നമില്ല ഡേവിഡ് ബായ്. പക്ഷെങ്കിലേ ഇന്ന് നിങ്ങളുടെ ദിവസം അത്ര ശരിയല്ലെന്നേ, ബാഡ് ലക്കാ. അതുകൊണ്ട് ഇന്ന് കടം ചോദിക്കണ്ട. ധാരാ, നീ വേഗം കാശ് എടുത്തേ, നമുക്ക് ഇറങ്ങേണ്ട സമയമായി. ധാരാ, നിക്ക്. ഞാൻ കളിക്കാം. നീ എനിക്ക് ലോൺ താ, ഓക്കെ? എടാ, ഞാൻ ശരിക്കും ജെന്റിൽമാനാ, എന്നെ വിശ്വസിക്കേ. അത് നീ പറഞ്ഞ ശരിയാ, നീ ഒരു ജെന്റിൽമാനാ. ഞാൻ നിനക്ക് ലോൺ തരാം. ഡേവിഡ്, എന്നെ പേപ്പട്ടി ഒന്നും കടിച്ചിട്ടില്ല നിനക്ക് ലോൺ തരാനായിട്ട്. മാറി പോടാവിടെന്ന്. എന്റെ വണ്ടിയുടെ വില 10 ലക്ഷം രൂപയാ, അത് പുറത്ത് കിടപ്പുണ്ട്. എന്നാ വാ, കളി തുടങ്ങ. അതെ, ഡേവിഡിന്റെ വാലിന് തീ പിടിച്ചാണ്. കളിയുടെ ശരിക്കുള്ള ത്രില്ല് ഇപ്പളാ വരുന്നത്. തുടങ്ങിയാലോ? പെട്ടെന്ന് തുടങ്ങാം. ഇപ്രാവശ്യം ഞാൻ ആ സ്ലൈസ് വേറെ രീതിയിൽ സെറ്റ് ചെയ്യും. അങ്ങനെയാകുമ്പോ വലിയ നമ്പർ എൻ്റെ കയ്യിൽ കിട്ടും. എടുത്തോ. മൊത്തം 7 വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ജയിക്കാൻ 7-നേക്കാളും കൂടുതൽ വേണം. എൻ്റെ ആദ്യത്തെ സ്ലൈസിന്റെ നമ്പർ 6. ഇനി നിന്റെ ആദ്യത്തെ സ്ലൈസിന്റെ നമ്പർ 3 ആയിരിക്കും വരുന്നത്. നിന്റെ സ്ലൈസ് കാണിക്കേ. എന്റെ പ്ലാൻ നന്നായിട്ട് വർക്കാവുന്നുണ്ട്. ദൈവമേ, ഇപ്രാവശ്യം വിജയിച്ചില്ലെങ്കിൽ കൈ കിട്ടിയത് മുഴുവൻ പോവും. കാത്തോളണേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ 2 സ്ലൈസും കാണിച്ചു. എന്താ നീ കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാ കാണിക്കുന്നേ? ധാരാ, ഞാൻ കാണിക്കാം. നമ്പർ 8 ബേസ് നമ്പറിനേക്കാൾ 1 കൂടുതൽ. അവന്റെ കയ്യിൽ ഇപ്പൊ തന്നെ 6 ഉണ്ട്. ഡേവിഡ് വിജയിക്കും എന്റെ പൊന്നോ. അവന്റെ ടോട്ടൽ വന്നിരിക്കുന്ന 8. അപ്പൊ എന്റെ എന്തായാലും 9 ആയിരിക്കും. കൂട്ടുകാരെ, നിങ്ങൾ ഇന്ന് എല്ലാവരും എനിക്ക് ചേഴ്സ് പറ. ഞാനിന്ന് അത്രയ്ക്കും കാശുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വലിയൊരു പാർട്ടി തരാൻ പോവാണ്. ഗസ് ചെയ്യേ എന്റെ കയ്യിലുള്ള നമ്പർ ഏതാണെന്ന്. ഡേവിഡിന്റെ കളി കണ്ട് നീ ഇനി പഠിക്കൂടാ മോനെ. ഞങ്ങള് ജയിച്ചേ. ഇതെങ്ങനെ സംഭവിക്കും? അവൻ എന്തോ ചെയ്യുന്നുണ്ട്. എന്റെ സ്ലൈസ് എങ്ങനെയാ മാറിയത്? എടുത്തോ. നീ കാരണം എനിക്ക് എന്റെ വണ്ടിയും തിരിച്ചു കിട്ടി, കാശും തിരിച്ചു കിട്ടി. താങ്ക് യു അനിയ, താങ്ക് യു. നീ ചീറ്റ് ചെയ്തില്ലേ? നീ ചീറ്റ് ചെയ്തു തന്നെ. ഇവൻ നമ്പർ 1 ചീറ്ററാണ്. ധാര വേണമെന്ന് വെച്ചവനെ ഇവിടെ കൊണ്ടുവന്നേ. അവന്റെ കാശ് മൊത്തം തിരിച്ചു പിടിക്കാൻ കൊണ്ടുവന്ന ഇവൻ ചീറ്റർ. എന്താ നിങ്ങളുടെ കയ്യിൽ ഇവന് തെളിവുണ്ടോ ഇവൻ ചീറ്റ് ചെയ്യുന്നു പറയാൻ? ധാരാ, നമ്മൾ ജയിച്ച കാശില്ലേ, അതെല്ലാവർക്കും വീതിച്ചു കൊടുത്തേക്ക്. കൗലേ, ഇന്നത്തെ പാർട്ടി എല്ലാവർക്കും എന്റെ വകയാ.
പീറ്റർ സാറേ, നിങ്ങൾക്ക് വളരെ നന്ദി. എനിക്ക് ആദ്യം കണ്ടപ്പോഴേ ആളെ മനസ്സിലായി. ആളൊരു വില്ലാതി വില്ലനാണെന്ന്. പീറ്റർ ഭായി ഒരു കിലാടിയാണല്ലോ. അതെ, അതെ, ശരിക്കും സമ്മതിച്ചേ പറ്റൂ പീറ്റർ പീറ്റർ ഭായി. തന്നെയാ. എന്നാ ഞാൻ പോട്ടെ ഡേവിഡ്. ഈ പ്രാവശ്യം നീ തോറ്റുപോയി അല്ലേ? അവൻ പറഞ്ഞ ശരിയാ, ഇവൻ തോറ്റുപോയല്ലോ. സത്യം പറഞ്ഞ ഇവൻ ലൂസറാണ്. ലൂസർ ലൂസർ, ലൂസർ ലൂസർ. ലൂസർ. നന്ദിയില്ലാത്തവന്മാരെ, ഒരൊറ്റ മിനിറ്റ് കൊണ്ട് എന്നെ വിട്ടേച്ച് അവന്റെ കൂടെ ചേർന്നു അല്ലേ? ഞങ്ങൾ എങ്ങനെയാ നിന്നോടൊപ്പം നിൽക്കുന്നത്? നീ എല്ലാ ദിവസവും വിജയിക്കുമ്പോ ഞങ്ങൾക്ക് ഒന്നും തന്നിട്ടില്ല. തന്നിട്ടുണ്ടോ? നീ ഞങ്ങൾക്ക് ഒരിക്കലും നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് 1 രൂപ പോലും തന്നിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് തിരിച്ചു വേണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ അതെ, പൈസ അതെ, വേണം. ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് തിരിച്ചു പൈസ വേണം. തിരിച്ചതാ. ഡേവിഡ്, ഗെയിം നീയാണ് സെറ്റ് ചെയ്തത്. സ്ലൈസും നീയാ റെഡിയാക്കിയത്. ഡൈസ് ഇട്ടത് നീയാ. ഞാൻ ജസ്റ്റ് കളിച്ചു. പിന്നെ ഞാൻ എങ്ങനെ ചീറ്റർ ആവും? അതെ ബ്രദേഴ്സ്, അത് പോസിബിൾ ആയ കാര്യമാ? അല്ല, അല്ല, ഇല്ല, possible അതൊട്ടും അല്ല. possible ഒരു അല്ല. കാരണവശാലും possible അല്ല. അതൊന്നും പോസിബിൾ അല്ല. ശരിക്കും എനിക്ക് എവിടെയെങ്കിലും തെറ്റുപറ്റിയതാണോ? ഞാനാണോ തെറ്റായ സ്ലൈസ് എടുത്തത്? ഡേവിഡ്, നീ തോറ്റെന്ന് സമ്മതിക്ക. ഞാൻ എന്റെ വണ്ടി തിരിച്ചെടുത്തോണ്ട് പോവാ. ഗുഡ് ബൈ. അവൻ നമ്മളെ വീണ്ടും തിരിച്ചു വിളിക്കും. ധാരാ, അതെങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായത് അവൻ തിരിച്ചു വിളിക്കുമെന്ന്? ചൂതുകളിയുടെ പ്രശ്നം ഇതൊക്കെ തന്നെയാണ്. കളിക്കുന്നവന്റെ കയ്യിലുള്ളതൊക്കെ നഷ്ടപ്പെടുന്നത് വരെ അവൻ കളിച്ചുകൊണ്ടേയിരിക്കും. ഒരു റൗണ്ട് കൂടെ കളിക്കാവോ? ഡേവിഡ്, നീ നിന്റെ കാശ് വെച്ച് തോറ്റു, വണ്ടി വെച്ച് തോറ്റു. ഇനി വച്ച് കളിക്കാൻ നിന്റെ കയ്യിൽ എന്താ ബാക്കിയുള്ളത്? നിന്റെ ഭാര്യയോ? അവളല്ലേ? അവളും കഴിഞ്ഞ ആഴ്ച നിന്റെ കയ്യിൽ നിന്ന് പോയെന്ന് കേട്ടല്ലോ. ഇനി എന്ത് വെച്ചാ കളിക്കുന്നത്? നിന്നെ തന്നെ വയ്ക്കാൻ പോവാണോ? തൊട്ടടുത്ത സ്ട്രീറ്റിൽ എൻ്റെ ഒരു ബാറുണ്ട്. ഒരു പക്ഷെ ഞാൻ തോറ്റാ അത് നിന്റേതായിരിക്കും. പക്ഷെ ഞാൻ വിജയിച്ച ഈ പൈസയും ആ വണ്ടിയും നീ എനിക്ക് തിരിച്ചു തരേണ്ടി വരും. ഇപ്പൊ നീ ഏത് ഗെയിമാ കളിക്കാൻ ആഗ്രഹിക്കുന്നേ? നീ എന്ത് കളി വേണമെങ്കിലും കളിച്ചോ. പക്ഷെ ഇന്ന് നിനക്ക് ബാഡ് ലക്കാണ്. നീ ജയിക്കില്ല. അത് നോക്കാം. ഗെയിം വളരെ സിമ്പിളാ. നമ്മൾ രണ്ടാളും ഓരോരോ ഡൈസ് വെച്ച് റോൾ ചെയ്യും. ആരുടെ ഡൈസാണ് കൂടുതൽ വരുന്നത് അവർ വിജയിക്കും. ഒരു പക്ഷെ തോറ്റാൽ ഡീലർ ഞാനാണ്. ഡൈസിന്റെ കളി വെച്ചാ ജയിക്കുന്നത്. എനിക്ക് എന്നാ ശരി. ആറ്. ഇനി നിനക്ക് വിജയിക്കാനാവില്ല. നീ ഇനി മെല്ലെ തിരിച്ചു വരും. തിരിച്ചു വന്നേ പറ്റൂ. അപ്പൊ നിന്റെ ബാറും കൈവിട്ടു പോയി. ഇനി വച്ച് കളിക്കാൻ വല്ലതുണ്ടോ? നീ ആരാ സഹോദര? പീറ്റർ, പീറ്റർ ഡിക്കോസ്റ്റ. നിന്റെ ഇൻട്രൊഡക്ഷൻ എന്താന്ന് വെച്ചാ പറയേ. അതിനുള്ള സമയം വരുമ്പോ പറയും. ഇപ്പൊ ഈ ഗെയിം അങ്ങ് നിർത്ത്. ശരി, ഞാൻ തോറ്റു, സമ്മതിച്ചു. ഈ നിമിഷം മുതൽ എന്റെ ബാറ്, ഈ കാശ് എല്ലാം നിങ്ങളുടേതാ. നീ അത്ര പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല പീറ്ററെ. നീ എനിക്ക് എല്ലാം തിരിച്ചു തന്നിരിക്കുക. എന്റെ വണ്ടി എനിക്ക് തിരിച്ചു കിട്ടിയില്ല. ഏയ്, ഏയ്. ജയിച്ചവനെ തോറ്റവനെ ആക്രമിക്കുന്നോ? ഈ ഡേവിഡിനെ തോൽപ്പിക്കാൻ ഇതുവരാരും ജനിച്ചിട്ടില്ലടാ. ഡേവിഡിന്റെ കളി എനിക്ക് അറിയില്ലടാ. നിങ്ങൾ ആരോടായി കളിച്ചതെന്ന് നിങ്ങൾക്ക് അറിയില്ല. എന്റെ കാശ് എനിക്ക് തിരിച്ചതാ. അല്ലെങ്കിലേ തന്നില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? ആദ്യം ഞാൻ വാൺ ചെയ്തില്ലെന്ന് എന്നെ കുറ്റം പറയരുത്. അടിച്ച് കൊല്ലണവന്മാരെ. നടാഷ മാം, നിങ്ങളെന്താ ഇവിടെ? പീറ്റർ, നീ ഓക്കെ അല്ലേ? ഡേവിഡ്, നീ വലിയ ഗ്രാംബ്ലിംഗ് കിങ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു തോൽവി പോലും സഹിക്കാൻ പറ്റുന്നില്ലേ? അല്ല, നീ ആരാ? കസീനോ പ്രൈഡിന്റെ ഓണർ, ഗോംസ് ഫാമിലിയുടെ പിൻഗാമി നതാഷ ഗോംസ്. അളിയ, ഗോംസ് ഫാമിലിയാ. ഇനി നമുക്ക് സമയം മോശ. ഗോംസ് ഫാമിലിയുടെ പിൻഗാമി ഇവിടെ എന്താ ചെയ്യുന്നേ? ചൂതുകളിയിൽ നമ്പർ 1 ഫാമിലി അവര്. പീറ്റർ എന്റെ ആളാണ്. നതാശമം, എനിക്കറിയില്ലായിരുന്നു പീറ്റർ നിങ്ങളുടെ ആളാണെന്ന്. ഇപ്പൊ മനസ്സിലായല്ലോ? അതോ വേറെന്തെങ്കിലും പറയണോ? പീറ്റർ,
യു ഡോണ്ട് വറി, ഇവനെ എൻ്റെ ആളുകൾ നോക്കിക്കോളും. നീ എൻ്റെ കൂടെ വാ. സോറി നടാഷ മാം, എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല. ഹേയ്, എടാ വേണ്ട. ഹേയ്, ഞാൻ പറയുന്നത് താൻ ശ്രദ്ധിച്ച് കേട്ടോ. നിനക്ക് നിന്റെ കാറും കാശും ഒക്കെ തിരിച്ചു വേണമെങ്കിൽ ഞാൻ പറയുന്ന 2 കണ്ടീഷൻ നീ സമ്മതിക്കണം. എന്ത് കണ്ടീഷൻ? നീ കള്ളക്കളി കളിച്ച് ആരെയൊക്കെ തോൽപ്പിച്ചോ അതൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കണം. പിന്നെ എനിക്ക് ഈ ഫോട്ടോയുടെ പിന്നിലുള്ള കഥ നീ പറയണം. നിനക്കറിയുന്നതല്ലേ നീ ഇയാളെ എന്താ ചെയ്തത്? പറയടാ. എടാ, ഇത് വളരെ പഴയ ഫോട്ടോയാ. ബിഗ് ഡാഡി പറഞ്ഞിട്ടാ ഞാൻ ഇയാളെ ഒരു വീടിന്റെ മുമ്പിൽ തള്ളിയിട്ടത്. വേറെ ഒന്നും അറിയില്ല. പപ്പ കണ്ണൂർ നോക്ക് പപ്പ. പീറ്റർ, ആ പപ്പ. മോനെ, നീ എനിക്കൊരു വാക്ക് താ. ഗാംബ്ലിംഗ് ഗെയിമിൽ ജയിച്ച് ഓരോ കാശും തിരിച്ചു പിടിക്കണം. നീ ഒരു നല്ല മനുഷ്യനായി മാറണം. വാക്ക് താ മോനെ, വാക്ക് താ. പ്രോമിസ് പപ്പ, പ്ലീസ്. പപ്പ. ബിഗ് ഡാഡി ആരാടാ ബിഗ് ഡാഡി? ഇയാൾ വിക്ടർ എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടിട്ട് ചൂത് കളിക്കായിരുന്നു, ജോലി ചെയ്യായിരുന്നു. ഇപ്പൊ ബിഗ് ഡാഡി എവിടെയാ ഉള്ളതെന്ന് പറ. ബിഗ് ഡാഡി എന്ന് പറഞ്ഞ ബിഗ് ഡാഡിയാണ്. ഈ ഗോവയുടെ അണ്ടർഗ്രൗണ്ടില് പുള്ളിക്ക് ഒരുപാട് കസിനോ ഉണ്ട്. അത് തേടി കണ്ടുപിടിക്കുന്ന അത്ര ഈസി അല്ല. നിനക്കതെല്ലാം അറിയായിരിക്കുമല്ലോ, മര്യാദയ്ക്ക് പറയടാ. എനിക്കറിയില്ല ബിഗ് ഡാഡി വരെ ഉള്ളത്. ഞാൻ പിന്നെ എങ്ങനെ എന്തെന്ന് പറയാനാ? നിനക്ക് ഇവിടുന്ന് പോവാം. താങ്ക് യു മാഡം, താങ്ക് യു. പീറ്റർ, നിന്റെ മനസ്സിലിപ്പോ എന്താ ഉള്ളത്? എന്നോട് പറയേ. ഒരുപക്ഷെ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. നോ താങ്ക്സ് മാം, ഇനി ചെയ്യേണ്ടതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. എന്നുവെച്ചാൽ നിനക്കിപ്പോഴും എന്നെ വിശ്വാസം ഇല്ലല്ലേ? ശരിക്കും നിങ്ങൾക്ക് എന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ആ ബിഗ് ഡാഡി ആരാന്നൊന്ന് എനിക്ക് പറഞ്ഞതാ. അത് ആർക്കും അറിയില്ല പീറ്റർ. ഒന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. അവൻ അണ്ടർഗ്രൗണ്ടിൽ കസീനോ ഉണ്ട്. അവിടെ ഗാംബ്ലിംഗ് വേൾഡിലെ ഏറ്റവും വലിയ പ്ലേയേഴ്സിന് മാത്രമേ എൻട്രി കിട്ടാറുള്ളൂ. ഏത് ആന്റണിയാണോ അന്ന് നീ തോപ്പിച്ചത്, അവൻ ബിഗ് ഡാഡിയുടെ ആളാണ്. താങ്ക് യു. ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി. കസീനോ പ്രൈഡിനും ഈ എനിക്കും ഇപ്പോഴും നിന്റെ ആവശ്യമുണ്ട്. ഞാൻ നീ വരുന്നതും കാത്തിരിക്കും. എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം. നീ ശരിക്കും ആരാ? ഒന്ന് സത്യം പറയ. നിനക്കെന്ത് തോന്നുന്നു? അത് പിന്നെ അയ്യോ, എന്താ നീ അത്? ഇന്ന് എല്ലാവരും ഓട്ടത്തിലാണല്ലോ. വാ, നമുക്ക് പോവാം. കാശ് അനിയ, കാശ് എവിടെ പോയി? ഡാ കള്ളൻ, അനിയ കള്ളൻ, പിടിക്കവരെ. അനിയ, പീറ്റർ, ഞാൻ വിചാരിച്ചൊരാണാണെന്നാ. ഇവിടെ ഒരു പെണ്ണാ, കള്ളി പെണ്ണ്. കൊള്ളി നിന്റെ തന്തയാടാ. മോളെ, നീയാള് കൊള്ളാവല്ലോ. നീ ധാരാബായിയെ തള്ളിയിട്ടോ? എന്റെ കൈവശം കഴിവുണ്ട്, പക്ഷെ തനിക്കാണെങ്കിൽ ഒട്ടും ബുദ്ധിയില്ല. ആണോ? ബുദ്ധി കുറവുണ്ടല്ലേ? അനിയ, ഞാൻ ആരാണെന്ന് ഇവക്ക് കാണിച്ചു കൊടുത്തേക്കാം. ആ, ഒരു മിനിറ്റ് നിക്ക്. നിന്റെ ടാലന്റ് എന്താണ്? എന്റെ ടാലന്റ് കാണണമെന്നുണ്ടോ? ഈ ബുക്കിൽ നിന്ന് ഒരു പേജ് നമ്പർ സെലക്ട് ചെയ്യുക. ആ പേജ് തന്നെ കട്ട് ചെയ്യാം. എന്റെ ബ്ലേഡിന്റെ ഒറ്റ കട്ടോട് കട്ട് ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിന്റെ ക്യാഷ് ഞാൻ തിരിച്ചു തരാം. ഇനി എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയ ആ ക്യാഷ് മുഴുവൻ എന്റേതാ. ഉറപ്പ്? ഉറപ്പ്. എന്ന കളി തുടങ്ങാം. പേജ് 11 മുതൽ 26 വരെ. ചെക്ക് ചെയ്ത് നോക്ക്. ഇവളെ എനിക്ക് ആവശ്യമുണ്ട്. അനിയ, പീറ്റർ, ഈ പെണ്ണ് പറഞ്ഞത് സത്യാണ് കേട്ടോ. 11 മുതൽ 26 വരെയുള്ള പേജ് അവള് കട്ട് ചെയ്തു. പക്ഷേ അതെങ്ങനെയാ? ചോദ്യം വേണ്ട, ക്യാഷ് മതി. ഞാൻ ജയിച്ചു. വേഗ സ്ഥലം വിട്ടു. നീ ഞങ്ങളുടെ ടീമിലേക്ക് വരുന്നോ? മോനെ പീറ്റർ,
ടീമിൽ നമ്മൾ രണ്ടുപേരും മാത്രല്ലേ? ഇതിൽ പെണ്ണിനെന്താ കാര്യം? എന്റെ ടീമിൽ നിങ്ങൾ രണ്ടാളെ എനിക്ക് ആവശ്യമുണ്ട്. ആരൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പോ നിനക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ എനിക്കും പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് പ്രോബ്ലം ഉണ്ട്. എന്താ? എന്തിനാ ഞാൻ നിന്റെ ടീമിൽ വരുന്നേ? അതുകൊണ്ട് എനിക്കെന്ത് കിട്ടും? നിനക്ക് ആവശ്യമുള്ളത് കിട്ടും. പൈസയും പിന്നെ റെസ്പെക്റ്റും. നിന്റെ പേരെന്താ? ജൂലി. ഹലോ പീറ്റർ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. നിനക്ക് എന്റെ കസീനോയിലോട്ടൊന്ന് വരാൻ പറ്റുമോ? പ്ലീസ്. ഓക്കെ മാം. ടീമിൽ ചേരാൻ നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ ബിഹേവിയർ മാറ്റണം. പിന്നെ ഈ ഗെറ്റപ്പും ചേഞ്ച് ചെയ്യണം. ഇനി നമ്മൾ ഒറ്റക്കെട്ടാ. അതെനിയാ. അപ്പൊ നിനക്ക് ബിഗ് ഡാഡിയെ കാണണമല്ലേ? അതെ, നിന്റെ വല്യച്ഛനെ കാണണം. ഈ ഫോട്ടോയ്ക്ക് പിന്നിലുള്ള കഥ നിനക്ക് അറിയണമല്ലേ? എന്നാ കേട്ടോ, ഇയാളുണ്ടല്ലോ പട്ടിയെ പോലെ മരിച്ചുപോയത്. ആക്ച്വലി ഇയാളൊരു പട്ടിയെ പോലെ തന്നെയാ. നിനക്കെന്തായാലും അറിയാമല്ലോ, കാരണം നീ ഒരു പട്ടിക്കുണ്ടായവനല്ലേ. അതുകൊണ്ട് പറയാ, ബാക്ക് ഓഫ്. പുറകോട്ട് പോ. കൂടുതൽ അഭ്യാസം വേണ്ട. അല്ലെങ്കിൽ നീയും നിന്റെ അച്ഛനെ പോലെ തെരുവ് നായയെ പോലെ ചാവേണ്ടി വരും. ഇപ്പോഴും നിനക്ക് ബിഗ് ഡാഡിയെ കാണണമെന്ന് തോന്നുന്നുണ്ടോ? നിനക്ക് എന്താ തലയ്ക്ക് വട്ടുപിടിച്ചോ? ബിഗ് ഡാഡിയെ കാണാൻ ആഗ്രഹിക്കുന്നോ? പീറ്റർ, അയാൾ ആന്റണിയെ പോലെ അല്ല. അയാളെ എതിർക്കുന്നതും മരണത്തോട് കളിക്കുന്നതും ഒരുപോലെ. നീ അവിടെ പോവരുത്. ഇത് ഞാനാ പറയുന്നത്. ഞാൻ പോവാ. പീറ്റർ, ഞാൻ നിങ്ങളോട് ചോദിക്കാനല്ല, പറയാൻ വേണ്ടി വന്നതാ. ബൈ. നിനക്ക് എന്താ പറയുന്നത് മനസ്സിലാവാത്തെ? ബിഗ് ഡാഡി ഒരിക്കലും അയാളുടെ ശത്രുവിനെ വെറുതെ വിടില്ല. ആരെങ്കിലും അയാളെ അറ്റാക്ക് ചെയ്താ അയാൾ അവരുടെ ഏറ്റവും വിലപ്പെട്ട സാധനം തട്ടിപ്പറിക്കും. എനിക്ക് ഏറ്റവും വിലപ്പെട്ട കാര്യം അവനെ ഓൾറെഡി തട്ടിപ്പറിച്ചു കഴിഞ്ഞതാ. അതുകൊണ്ട് എന്തായാലും അതിനുള്ള വില അവൻ കൊടുത്തേ പറ്റൂ. എന്നാ ശരി, നിനക്ക് പിടിവാശി കൂടുതലാ. ഞാൻ നിന്നെ തടയാൻ പോകുന്നില്ല. പോകുന്നതിനു മുമ്പ് എനിക്കൊരു വാക്ക് തന്നിട്ട് പോണം. നീ അവിടെ കാശ് വെച്ച് വേണം കളിക്കാൻ, നിന്റെ ജീവൻ വെച്ച് കളിക്കരുത്. നീ വളരെ ദയുള്ളവനാണെന്ന് എനിക്കറിയാം. ഞാൻ നിനക്ക് എത്ര പൈസ തന്നോ ആ മുഴുവൻ പൈസയും നീ ഒരു ഭിക്ഷക്കാരി പെണ്ണിന് കൊടുത്തു. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഇവിടെ എനിക്കറിയാത്ത ഒരു രഹസ്യമില്ല. നീ എന്താ വിചാരിച്ചേ? ഡേവിഡിന്റെ സ്ഥലത്തുനിന്ന് ഞാൻ നിന്നെ രക്ഷിച്ചത് വെറും ഒരു കോയിൻസിഡൻസ് ആണെന്നാണോ? എന്നുവെച്ചാ അങ്ങനെയല്ലേ? സാരമില്ല, അതൊക്കെ വിട്ടുകളാ. ഇതിൽ 10 ലക്ഷം രൂപയുണ്ട്. നീ ജയിച്ചാലും തോറ്റാലും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ നീ ജീവനോടെ തിരിച്ചു വരണം. ഞാൻ ഇവിടെ നിന്റെ തിരിച്ചുവരവും കാത്തിരിക്കും.